ഗൈസ് അങ്ങനെ നമുക്ക് നമ്മുടെ അവസാന ട്രയൽ നമുക്ക് ഫോട്ടോ കിട്ടി ഗൈസ്. സാധനം കിട്ടി. ഇത് വലിയ തിരക്കേറ്റില്ലാത്ത ഫോട്ടോ ആണ്. ഇതിന് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് സമയമില്ല. ഇപ്പോൾ രാത്രി 12 ആയി. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. നമ്മളിനി ഒന്നുകൂടി ഫോട്ടോഷോപ്പിലെടുത്ത് ഇത് സെറ്റാക്കുന്നതായിരിക്കും. സോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ അമൂൽ കൂളിൻ്റെ ഒരു ബി-റോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അന്ന് നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫ്സും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസും നമ്മൾ എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫ്സ് എടുത്തതെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ 3 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് പോവാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി അഡ്വാൻസ്ഡും, അതുപോലെ തന്നെ തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐസ് ക്യൂബ് ഫോട്ടോഗ്രാഫിയും കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ ഇതുവരെ ഇല്ലാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ അമൂൽ കൂളിൻ്റെ 3 ക്യാൻ ഉണ്ട്. പിന്നെ നമ്മൾ ഒരു ഗോഡോക്സിൻ്റെ ഒരു ഫ്ലാഷും, പിന്നെ നമ്മൾ നമ്മുടെ ക്യാമറയും 85mm ലെൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിനും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് വരാറുണ്ട്. നമ്മുടെ കയ്യിൽ അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ കളർ ചുമരിലോട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കളർ ലൈറ്റ് അടിച്ചുകൊണ്ടാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെറ്റ് ചെയ്യാറ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു വട്ടവും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുമരുമിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഒരു ലൈറ്റ് അടിച്ചേക്കാണ്. അപ്പോൾ നമ്മൾ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അമൂൽ കൂൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡ്രിങ്ക് ആയതുകൊണ്ട് നമ്മളൊന്ന് അതിൻ്റെ മുകളിൽ ആ ക്യാൻ്റെ മുകളിലൊക്കെ നമ്മളൊന്ന് കുറച്ച് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് അങ്ങനെ വെള്ളം ഉറ്റി വീഴുന്നതും അതുപോലെ തന്നെ ഒരു ചില്ല് എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് അറേഞ്ചിങ് ആണ്. നമ്മൾ ഈ ഒരു ബേസിക് പ്രൊഡക്റ്റ് ഫോട്ടോഷൂട്ടിന് നമ്മൾ അധികം ഇതിലോട്ട് അങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാർക്കാണ് നമ്മൾ ഈ ഒരു കാറ്റഗറി നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏറ്റവും നന്നായിട്ട് നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ISO വാല്യൂ നമ്മൾ ഏറ്റവും മിനിമം പോസിബിൾ ആയിട്ടുള്ള മിനിമം വാല്യൂ നമ്മൾ യൂസ് ചെയ്യുക. കാരണം നമുക്ക് നോയ്സും കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഷട്ടർ സ്പീഡാണ്. നമ്മൾ ഷട്ടർ സ്പീഡ് അത്യാവശ്യം ഹൈ ആയിട്ട് തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ വാട്ടർ ഡ്രോപ്സൊക്കെ നമുക്ക് നല്ല ഷാർപ്പായിട്ട് തന്നെ കിട്ടും. പിന്നെ അപ്പർച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഭയങ്കര കുറവ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു 1.8 ഒക്കെ വരെ പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 3 പ്രൊഡക്റ്റും ഒരേ ലെവലിലല്ല ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പ്രൊഡക്റ്റും ഒരേപോലെ ഫോക്കസ് ആവില്ല. അപ്പോൾ നമ്മൾ അപ്പർച്ചർ ഒരു 2.8 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫോട്ടോ ഒക്കെ ആയിട്ട് നമ്മൾ ഇടുന്നത്. എന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫ്സ്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വ്യത്യസ്തമായ രീതികളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് അറേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി നോക്കാൻ പോകുന്ന നമ്മുടെ പ്രൊഡക്റ്റ് 3ഉം ലെവിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോഗ്രാഫാണ്. അതായത് 3 ക്യാൻ നമ്മൾ മുകളിലോട്ട് എറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക അതേപോലെയാണ് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ട്രൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 3 ക്യാൻ ഞങ്ങളിങ്ങനെ ഓരോ ക്യാനായിട്ട് ഞങ്ങൾ മുകളിലേക്ക് എറിഞ്ഞ് നോക്കി. പക്ഷെ നമുക്കത് നടന്നില്ല. കാരണം നമുക്ക് അത്രയും ഷട്ടർ സ്പീഡ് നമ്മൾ ഹൈ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിൻ്റെ കുറവ് വന്നിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്ലാൻ നമ്മൾ വേണ്ടെന്ന് വെച്ചു. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്യാനിൻ്റെ മുകളിലായിട്ട് നമ്മൾ നൂല് കെട്ടി. എന്നിട്ട് ആ നൂലടക്കം നമ്മൾ ഫ്രെയിമിൻ്റെ മുമ്പിൽ പിടിച്ച് ഫോട്ടോ എടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ലോഗോ കറക്റ്റ് ക്യാമറേനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ആയപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് ക്യാനും നൂലില്ലാതെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ടും നമ്മൾ ഒരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും പിക്സാർട്ട് ആയാലും ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് ആ ഒരു ലൈൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മായ്ച്ച് കളയാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ആ ഒരു പ്ലെയിൻ ലെയർ നിങ്ങൾ ആദ്യം ഇടുക. അതിന് മുകളിലായിട്ട് ഈ നൂലും ക്യാനും വരുന്ന ലെയർ ഇടുക. എന്നിട്ട് നമുക്ക് നൂല് സിമ്പിളായിട്ട് മായ്ച്ച് കളയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കാണുന്ന ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും. നമുക്ക് ഒന്നും കൂടിയും ഒരു ഡെപ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ആ ഒരു ലെയറിനെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ക്യാനിന് പകരം നമ്മൾ 3 ക്യാനാക്കാണ്. എന്നിട്ട് നമ്മൾ 3 ക്യാനിൽ ഒരു ക്യാൻ നമ്മുടെ ഫ്രണ്ടിൽ പക്ക ഫോക്കസിൽ ഷാർപ്പായിട്ടും മറ്റേ 2 ക്യാൻ നമ്മൾ ബാക്കിൽ വേറെ ആംഗിളിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ക്യാൻ നമ്മൾ ബാക്കിലോട്ട് വെക്കുമ്പോൾ ഒബ്വിയസ്ലി ആ 2 ക്യാനിൽ ഫോക്കസ് കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ 3 ക്യാനും നമ്മൾ എറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ എന്തായാലും ഒരു ഡിറക്ഷണൽ ബ്ലർ അല്ലെങ്കിൽ ഒരു മോഷൻ ബ്ലർ നമുക്ക് ചെറുതായിട്ട് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൂടി നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഫോട്ടോ ഇതുപോലെ ഇരിക്കും. ഇനി നമ്മുടെ മൂന്നാമത്തെ പാർട്ട്, അതായത് നമ്മൾ ഐസ് ക്യൂബ് നമ്മൾ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഫോട്ടോഗ്രാഫി നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണ്ടത് ആ കൂടി ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ 2 ട്രേ നമ്മൾ ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഹൈ ഷട്ടർ സ്പീഡിൽ വേണം നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ വന്ന് വീഴുന്ന ഐസ് ക്യൂബ്സ് എല്ലാം മോഷൻ ബ്ലർ കാരണം നമുക്ക് വ്യക്തമാവാതെ പോകും. അപ്പോൾ നമ്മൾ എന്തായാലും നല്ല ഹൈ ഷട്ടർ സ്പീഡിൽ നമ്മൾ നമ്മുടെ ക്യാമറ സെറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ISOയും അപ്പർച്ചറും നമ്മൾ സെറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഐസ് ക്യൂബ് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. നമ്മൾ ഐസ് ക്യൂബ് എടുത്ത് നമ്മളിതിന് മുകളിൽ ഇടാൻ പോകട്ടെ. എന്താണെന്ന് അറിയില്ല. എടുത്തോ പഠിച്ചോ. നമ്മളിവിടെ രണ്ടാമത്തെ ട്രൈക്ക് പോവാണ്. അങ്ങനെ നമ്മളവിടെ മൂന്നാമത്തെ ട്രൈക്ക് പോവാണ്. 3, 2, 1 നമ്മൾ അടുത്ത ട്രൈക്ക് പോവാണ്. 5ാമത്തെ ട്രൈ. അലക്സ് റെഡി?
നമ്മുടെ അവസാന ട്രൈക്ക് 3, 2, 1 ഗോ. അപ്പോൾ ഏകദേശം 4-5 ട്രൈക്ക് ശേഷമാണ് നമുക്ക് സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു ഐസ് ക്യൂബ് കറക്റ്റായിട്ട് വരുന്ന ഒരു ഫോട്ടോ കിട്ടിയത്. പക്ഷേ പ്രശ്നം എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ 5ാമത്തെ ട്രൈ ആകുമ്പോഴേക്കും നമ്മുടെ ഐസ് ക്യൂബിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞു വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഫോട്ടോയിലത്തെ ഐസ് ക്യൂബ്സിനെ മാത്രം നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഐസ് ക്യൂബ്സിൻ്റെ എണ്ണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫോട്ടോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും കാലമാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള കണ്ടന്റുകളെല്ലാം ഞാൻ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് കയറി നോക്കുക. അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം. അതുവരെ ബൈ, പീസ്.